വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജനിയുടെ വീടിന് നേരെ നടന്ന ആക്രമണം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചില കക്ഷികൾ ഉപയോഗിക്കുകയാണെന്നും കൃത്യമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ പിടികൂടണമെന്നും RJD കേന്ദ്ര കമ്മിറ്റി അംഗം മനയത്ത് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. കുഞ്ഞിപ്പള്ളി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജയിച്ച രജനിയുടെ വീടിന് നേരെ നടന്ന ആക്രമണം രാഷ്ട്രീയ ലാഭത്തിന് ചില കക്ഷികൾ ദുരുപയോഗിക്കുകയാണെന്നും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മനയത്ത് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മനയത്ത് ചന്ദ്രൻ. RJDയുടെ മെമ്പർ കുഞ്ഞിപ്പള്ളി ഡിവിഷൻ മെമ്പർ രജനി വോട്ട് മാറി ചെയ്തു എന്നൊരു വിഷയം നിലവിലുണ്ട്. അതിൻ്റെ സാഹചര്യം ഏതെങ്കിലും പ്രചോദനം അതിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് RJD ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് അതിനെ സംബന്ധിച്ച് RJD തീരുമാനം കൈക്കൊള്ളും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സംസാരിച്ച് യുക്തമായ നടപടിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകും. അതിനെ തുടർന്ന് 27-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 28-ാം തീയതി പുലർച്ചെ നിർഭാഗ്യകരമായ ഒരു സംഭവം കൂടെ നടന്നു. രജനിയുടെ വീട്ടിൽ നേരെ ഒരു അക്രമം, ഗ്ലാസിൻ്റെ ചില്ല് പൊട്ടിച്ച് തകർത്തു. വീട്ടിൽ നിന്ന് വാതിൽ തുറന്നിറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ ബോംബ് വെച്ചു. ആ പ്രശ്നം അടിയന്തരമായി പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു. രാത്രിയോ 1:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും അവർ മറ്റെന്തോ ശബ്ദമാണെന്ന് കരുതി അത് പ്രതീക്ഷിച്ചില്ല. രാവിലെ 6:30 മണിക്ക് എഴുന്നേറ്റപ്പോഴാണ് വാതിൽ തുറക്കുന്ന മകളുടെ ഭർത്താവാണ് ആദ്യം കാണുന്നത്. പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ മഹിളാ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമല കളത്തിൽ, മണ്ഡലം പ്രസിഡന്റ് സതി, സെക്രട്ടറി ഉഷ, ബാലൻ മാട്ടാണ്ടി എന്നിവരും കൂടെയുണ്ടായിരുന്നു.